Types of aunties part 1. Chess number 1, auntie in real life. അയ്യോ അരി തീർന്നല്ലോ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ തന്നല്ല അരി മേടിക്കണം. അതിനെങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവത്തില്ലല്ലോ. ഇനി പാലും ചോറുണ്ടാ അത്ര തന്നെ. മോട്ടർ ഓൺ ചെയ്ത പോലെ. മോളെ ദേവു, പോയിട്ട് മോട്ടർ ഒന്ന് ഓഫ് ചെയ്തേ. പെട്ടെന്ന് പോയിട്ട് ഓഫ് ചെയ്തി. 24 മണിക്കൂർ ആ ഫോണിൽ കുത്തി കളിക്കുക. പിന്നെ മോട്ടർ ഓഫ് ചെയ്ത് വരുന്ന വഴിക്ക് സിജോനെ വിളിച്ച് പറഞ്ഞേക്ക് കുറച്ച് അരി മേടിച്ചിട്ട് വരണമെന്ന് കേട്ടാ. ഇല്ലെങ്കിൽ നൂറുണ്ടാവില്ല എന്ന് അവരുടെ അടുത്ത് പറഞ്ഞേക്ക്. ആരോ ബെല്ലടിച്ച പോലെ. ആരാണാവോ ഇന്നേരത്ത്? സുലു, ഈ വഴിയൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടോടി പെണ്ണെ? എത്ര കാലായി നിന്നൊക്കെ ഒന്ന് കണ്ടിട്ട്. മോളു വാ കേറിയിരിക്കൊരു മുന്നറിയിപ്പ് പോലും തരാതെയാണല്ലോ വന്നിക്കണേ. എന്ത് പറയാൻ എൻ്റെ നാത്തൂനെ, അവിടെ ഇറങ്ങി പിടിപ്പത് പണിയല്ലേ. എപ്പോഴും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനുള്ള സമയം. പിന്നെ ഇപ്പം ഇച്ചിരി നേരം ഫ്രീ കിട്ടിയപ്പോൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു, നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു. നമുക്കൊക്കെ എപ്പോഴല്ലേ സമയം കിട്ടുന്ന വീട് നോക്കിയിട്ട് അല്ലേ. ഇവിടെ ഒരുത്തിയുണ്ട്, അടുക്കളയിൽ കാല് കുത്തത്തില്ല. അതുകൊണ്ടത് ഇപ്പം എവിടെ കുരുമുളക് എവിടെ ഇരിക്കണേന്ന് നമുക്കറിയില്ല. അതിനെക്കാട്ടി നല്ലത് കയറ്റാതിരിക്കണ. പിന്നെ ഒരുത്തുണ്ട് സിജോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പാത്രം പോലും കഴുകത്തില്ല. അതിന് വരെ ഞാൻ വേണം. പിന്നെ മോളു, എന്തൊക്കെ ഉണ്ട് വിശേഷം? പ്രീ സ്കൂളിലൊക്കെ പോയിട്ട് ടീച്ചർമാരൊക്കെ ഇഷ്ടമായോ? കൂട്ടുകാരൊക്കെ കിട്ടിയോ? എന്ത് പറയാനാ എൻ്റെ ആൻറ്റി, എല്ലാ ദിവസവും പ്രീ സ്കൂളിൽ പോകണം. പ്രീ സ്കൂളിൽ പോയി കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഡൈനോസറിന്റെ മുഖമുള്ളൊരു ടീച്ചറുണ്ട്. കണ്ടാൽ തന്നെ പേടിയാവും. ആ ടീച്ചർ എപ്പോൾ നോക്കിയാലും എൻ്റെ പിച്ചലാ പണി. പിച്ചി എൻ്റെ ശരീരം മുഴുവൻ ഇപ്പം വേദനയാ ആൻറ്റി. ഈ അമ്മയാണെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ പ്രീ സ്കൂളിലും പറഞ്ഞയക്കും. ആൻറ്റി ഞാൻ ഇവിടെ വന്ന് നിന്നോട്ടെ, അല്ലെങ്കിൽ അമ്മ ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ എല്ലാ ദിവസവും പ്രീ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ആ ടീച്ചറിന്റെ അടി കിട്ടി ഞാൻ ചാവും. ആണോ മക്കളെ? എന്നാ മക്കൾ ഇവിടെ നിന്നോട്ടാ. അല്ല ചേച്ചി, ദേവു എന്തിയെ? ദേവുവോ? മോളെ ദേവു, എടി ആൻറ്റി വന്നേക്കുന്നു, വന്നേ ഇങ്ങോട്ട്. ഇപ്പൊ വരൂട്ടാ. ആൻറ്റി കാണാറില്ലല്ലോ, ഈ വഴിയൊക്കെ മറന്നാ? പിന്നെ മോളു, എന്തൊക്കെയുണ്ട് വിശേഷം? ചേച്ചിനെ മറന്നോ നീ? പിന്നെ അങ്കിൾ എന്തിയെ? അങ്കിളിനെ കൊണ്ടുവന്നില്ലേ? അങ്കിൾക്ക് എവിടെ നിന്ന് നേരം മോളെ, അങ്കിൾ ഓഫീസിൽ പോവല്ലേ. അല്ല ദേവു, നീ അങ്ങ് തടിച്ചല്ലോ. ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോ ഇത്ര തടി ഉണ്ടായിരുന്നില്ലല്ലോ ചേച്ചി. എന്തൊരു തടി, അത് ഭയങ്കര കുറയ്ക്കണട്ടാ. വന്ന് കേറിയില്ല, അപ്പൊ തന്നെ തുടങ്ങി എനിക്കിട്ട് താങ്ങാൻ. അല്ല പെണ്ണിന് എത്ര വയസ്സായി? അടുത്ത മാസം 25 അമ്മായി. 25 വയസ്സായാ? ചേച്ചി മരുമോനെ ആലോചിച്ച് തുടങ്ങിക്കോ കേട്ടോ. അല്ല 25 വയസ്സെന്ന് പറയുമ്പോ 2 പിള്ളേർ അമ്മയുള്ള പ്രായമായി. എന്തിനാ കെട്ടിച്ചുവിടാത്തെ? വീട്ടിലൊന്നും ഇരിക്കാൻ പാടില്ല, ഇനി കെട്ടിച്ചുവിടണം. ആലോചിച്ച് തുടങ്ങിക്കോ, ചേട്ടൻ്റെ അടുത്ത് പറയട്ടെ തന്നെ. എൻ്റെ പൊന്ന് സിലു, ഞാനും ചേട്ടനൊക്കെ ഇവിടെ അടുത്ത് പറയും ആലോചിക്കണോന്ന്. പിന്നെ ഇപ്പത്തെ പിള്ളേർക്കൊക്കെ പഠിക്കാനല്ലേ ഇഷ്ടം. പിന്നെ പഠിച്ചോട്ടെ എന്തെങ്കിലും വെക്കും. രണ്ടാലോടൊക്കെ കേട്ടെ, എന്നിട്ട് പിടിച്ച് കട്ടിക്കാം. എൻ്റെ പൊന്നു മോളെ ദേവു, പഠിത്തമൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് നടക്കും. ഇങ്ങനെ വീട്ടിലിരുന്നെങ്കിലും നാട്ടുകാരെന്താ പറയാ? അമ്മായി 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഫ്രീഡം അങ്ങ് പോകുന്നേ. പിന്നെ കുറച്ചുകൂടെ ഒക്കെ പഠിച്ചിട്ട് പോരെ കല്യാണം. ഒരു 2 കൊല്ലം ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കട്ടെ. അമ്മായിക്ക് എന്താ എന്നെ കെട്ടിക്ക് ഇത്ര ധൃതി? പൊന്നെ, പെണ്ണിന് നിലത്ത് മുട്ടണ നാക്ക്, ഉരുളയ്ക്ക് ഉപ്പേരി പോലല്ലേ മറുപടി അറിയണത്. ഇനിയുള്ള അടുത്ത് സംസാരിച്ച് ശരിയാവില്ല. പൊന്നെ, സിജ എവിടെ ചേച്ചി? സിജ കൂട്ടുകാരായിട്ട് കളിക്കാൻ പോയിക്കാ എൻ്റെ സുലുവോ. ഇപ്പൊ വരും. സാധാരണ ഈ നേരമൊക്കെ അവൻ എത്താറുണ്ട്. ഇപ്പൊ വരും. അവൻ ഈ കൂട്ടുകാരെടുത്ത് കളിക്കാൻ പോവാൻ മാത്രമേ നേരമുള്ളൂ. ഞാൻ എപ്പോ വന്നാലും അവൻ പുറത്താണല്ലോ. ജോലി ഒന്നും ആയില്ലേ? ജോലി 2-3 കമ്പനിയിലേറ്റ് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. കിട്ടുമോന്ന് അറിയില്ല. എന്താന്നറിയില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. ശരിയാവുമായിരിക്കും, എല്ലാത്തിനും ഓരോന്നിന്റെ സമയമില്ലേ. പിന്നെ കളിക്കാൻ പോകുമ്പോ ഞാൻ വിലക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് വന്ന് വിളിച്ചതേ ഒരു പാവം വെച്ച കൊച്ചാ. ആ കൊച്ചെന്ന് വെച്ചാൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആൻറ്റീന്ന് വിളിച്ചിങ്ങ് വരുന്നതാണ്. അതുകൊണ്ട് പിന്നെ ആ ഒരു വാക്കിൽ ഞാനങ്ങ് മയങ്ങും. പിന്നെ പാവമല്ലേ, പിന്നെ ഇപ്പോഴല്ലേ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ പ്രാരാബ്ദമൊക്കെ ആവത്തില്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അവനങ്ങ് പറഞ്ഞു വിടും. ശരി. ചേച്ചിക്ക് പുതിയ ഷെയ്ഡ് ക്യൂടെക്സ് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടോ? എനിക്ക് തരുമോ? ഇനി എൻ്റെ ക്യൂടെക്സിലാണല്ലോ ഈശ്വരവളുടെ കണ്ണ്. എന്തെങ്കിലുമൊക്കെ ഐഡിയ പറഞ്ഞ് പിടിച്ച് നിൽക്കണം. അയ്യോ മക്കളെ, ചേച്ചിയുടെ ക്യൂടെക്സ് ഒക്കെ കഴിഞ്ഞു. ഇനി മാമനോട് പറഞ്ഞിട്ട് വേറെ മേടിപ്പിക്കണം.
പിന്നെന്താ ചേച്ചിയുടെ ചുണ്ട് ചുവന്നിരിക്കുന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ടല്ലേ? അയ്യോ അയ്യോ പെണ്ണിന് എന്തൊരു ബുദ്ധി. മക്കളെ അതായത് അത് ലിപ്സ്റ്റിക് ഇട്ടതല്ല, അത് മുറുക്കിയതാ ചേച്ചി. ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ചേച്ചി ഒരു കല്യാണം എനിക്ക് പണ്ടേ അറിയാം. എന്നാലും തൽക്കാലം ഞാൻ ചേച്ചിനെ വിട്ടു. ഭാഗ്യം, രക്ഷപ്പെട്ടു. സിജോ വന്നു എന്നാ തോന്നുന്നേ. എന്നാലേ നീ അമ്മായിയുടെ അടുത്ത് സംസാരിച്ചിരിക്കും, ഞാൻ പോയിട്ട് സിജോയ്ക്ക് വായിൽ തുറന്നെടുത്തിട്ട് വരാട്ടാ. ഞാൻ അമ്മായിയുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാണ്. വേണ്ട വേണ്ട, ഞാൻ ചേട്ടന് വായിൽ തുറന്നെടുത്തോളാം. അമ്മ വർത്താനം പറഞ്ഞിരുന്നു. പൊന്നെ എൻ്റെ അമ്മേ. ചേട്ടാ ചേട്ടനല്ലേ എപ്പോഴും പറയാറ് ഞാൻ ചേട്ടന് പാര വയ്ക്കാൻ മാത്രം ഉണ്ടായതാന്ന്. എന്നാ വേണമെങ്കിൽ എൻ്റെ ഇതിൽ ഹെൽപ്പ് പിടിച്ചോ. ഇപ്പം അവിടുത്തെ അന്തരീക്ഷം ഇച്ചിരി വിശക്ക. ചേട്ടൻ വന്ന വഴി തിരിച്ചു പോകണമെന്നാണ് ചേട്ടൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ഈ പെങ്ങളുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വൈസാണ് ചേട്ടൻ വിചാരിച്ചു. എൻ്റെ പൊന്നു ദേവു, ഞാനേ കളിച്ച തളർന്നു വരിക. നീ ഒന്ന് മാറുന്ന കളിക്കാതെ. ചേട്ടാ വേണ്ട, ചേട്ടൻ തിരിഞ്ഞു പോകണമെന്നാണ് ചേട്ടന് നല്ലത്. അങ്ങോട്ട് മാറടി അവിടുന്ന്. അമ്മേ എന്നാ പോയി കിട്ടുന്നത് മേടിച്ചിട്ട് വാ, എനിക്കെന്താ പ്രശ്നം? ഈശ്വര. സിജോ, എത്ര കാലായിടാ മക്കളെ ഇതിനെ കണ്ടിട്ട്. അമ്മായിനെ മറന്നാ നീ? എന്തൊക്കെയുണ്ട് വിശേഷം? മോളെ സുഖമായിട്ട് പോണു മക്കളെ. അല്ലടാ, നിനക്ക് അലമ്പ് ഫ്രണ്ട്സ് തന്നെ ഉള്ളൂ? അല്ല ഇപ്പോഴും അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണാ? ജോലിയൊന്നും ആയില്ലേ? ദേവു വാ. എന്താ ബ്രോ സീൻ? ഇത്രയ്ക്ക് പ്രശ്നമാണ്, നീ എൻ്റെ അടുത്ത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? അതിന് പറയാനായിട്ട് നീ എനിക്കൊരു ഗ്യാപ്പ് തരണ്ടേ? അതെ, അനിയത്തിമാരെന്തെങ്കിലും പറഞ്ഞാലേ കുറച്ചൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതെ, എൻ്റെ മിസ്റ്റേക്കാ, ഞാൻ അനുഭവിച്ചോളാം. സിജോ ചേട്ടനെ ഇന്നലെ ഒരു സ്റ്റാറ്റസ് ഇട്ടില്ലേ, ഒരു ഹെഡ്ഫോൺസ് തലയിൽ വെച്ചിട്ട്? ആ ഹെഡ്ഫോൺസേ, അയ്യോ ആ ഹെഡ്ഫോൺസ് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരന് കൊടുത്ത്. അവൻ ഇനി തിരിച്ചറിഞ്ഞ് തോന്നുന്നില്ല. എന്താ മക്കളെ? അയ്യോ അതിന് ഞാനൊന്ന് പറഞ്ഞ് മുഴുമിക്കട്ടെ ചേട്ടാ. അതെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ആ ഹെഡ്ഫോൺസ് ആണെങ്കിൽ ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതെടുത്തിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടാ. ചേട്ടൻ ഏതായാലും മാസം കൂടുമ്പോൾ ഹെഡ്ഫോൺസ് വാങ്ങില്ലേ? എൻ്റെ അച്ഛൻ എനിക്കൊന്നും മേടിച്ചു തരത്തില്ല. ഞാനതെടുത്തിട്ടുണ്ടേ. അയ്യോ അതങ്ങ് താടി. എടി മോളെ, അത് വില കൂടിയ ഹെഡ്ഫോൺസ് ആയിട്ട് അത് തന്നെ. ചേട്ടാ ഐസ്ക്രീം മേടിച്ചരാം. ചേട്ടാ അതെനിക്ക് വേണം, ഞാൻ ഐസ്ക്രീം തീറ്റ നിർത്തി, നല്ല കുട്ടിയായി, എനിക്കത് വേണം. ആൻറ്റി ഒന്ന് പറ, ചേട്ടൻ എപ്പോഴും ഹെഡ്ഫോൺസ് വാങ്ങുന്നതല്ലേ? സിജോ, നീ മാസം കൂടുമ്പോഴല്ലേ കെട്ട് കണക്കിന് ഹെഡ്ഫോൺസ് കൊണ്ടുവരുന്നത്? ആ കൊച്ചൊന്നത് എടുത്തോട്ടെ. ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ ചേച്ചി. പിന്നെ സിജോ, കൂട്ടുകെട്ടൊക്കെ കുറച്ച് കുറക്കിട്ടാ. തടിയൊക്കെ കുറച്ച് കുറക്കി. കല്യാണമൊക്കെ കഴിക്കണ്ടല്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം കേട്ടോ ചേച്ചി. വാ മോളെ. അയ്യോ ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ. ചേട്ടൻ വരട്ടെ, ചേട്ടൻ വന്നിട്ട് പോവാ. അയ്യോ നാത്തൂനെ, നേരല്ല, ഞാൻ പോട്ടെ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ വരാം. എന്നിട്ട് ഒരു ദിവസം 2 ദിവസം നിന്നിട്ട് പോവാ. എന്നാ ശരി മോളൂ, ടാറ്റാ. അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ.